السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، الصلاة والسلام على سيد المرسلين وعلى آله وصحبه أجمعين. أما بعد فإني أوصيكم وإياي بتقوى الله. أعوذ بالله السميع العليم من الشيطان الرجيم. بسم الله الرحمن الرحيم. قل هل يستوي الذين يعلمون والذين لا يعلمون. صدق الله مولانا العلي. ബഹുമാനമുള്ള അധ്യക്ഷൻ മുഹമ്മദ് അലി ബാഖവി, വേദിയിൽ ഉപവിഷ്ടരായ മഹാനായ ഉസ്താദ് എം ടി അബ്ദുള്ള മുസ്ലിയാർ, സമസ്ത കേന്ദ്ര മുശാവറ അംഗം അബ്ദുൽ ഖാദിർ അൽ ഖാസിമി മെമ്പറാൻ, മറ്റ് വേദിയിൽ ഉപവിഷ്ടരായ മഹാന്മാരാവുന്ന സാദാത്തുക്കൾ, പണ്ഡിതന്മാർ, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഫരീദ് സിയാർ നവറല്ലാഹു മർഫദ, അവരുടെ മക്കൾ, മറ്റ് അവരുടെ ശിഷ്യന്മാർ, ശിഷ്യന്മാരടക്കമുള്ള വേദിയിലും സദസ്സിലൊക്കെ ഒരുമിച്ച് കൂടിയ പണ്ഡിതന്മാർ, മറ്റ് പ്രമുഖ വ്യക്തിത്വങ്ങൾ, ബഹുമാനമുള്ളവരെ, ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ ഇവിടെ ഈ സദസ്സിൽ നിർബന്ധമായും പങ്കെടുക്കേണ്ട പലരും, ബഹുമാനപ്പെട്ട യൂസുഫ് ബാഖവിയെ പോലെയുള്ള പലരും പല അസുഖങ്ങൾ കാരണം പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല. അല്ലാഹു സുബ്ഹാനഹു വ തആല അവർക്കൊക്കെയുള്ള അസുഖങ്ങൾ അല്ലാഹു സുഖമാക്കി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട ഫരീദ് ഉസ്താദ് അല്ലാഹു മർഖദ, അവരുടെ ദർജന അല്ലാഹു ഉയർത്തി കൊടുക്കട്ടെ. അവർ വിശുദ്ധ ദീനിന് വേണ്ടി ചെയ്ത ഈ സംരംഭങ്ങൾ അതിനെല്ലാം അല്ലാഹു ഖബൂൽ ചെയ്യട്ടെ. അവരുടെ തദ്രീസ്, അവരുടെ തഅലീം, അവർക്കുള്ള ദീനിയാവുന്ന സർവ്വ ഖിദ്മത്തുകൾ, പ്രത്യേകിച്ച് സമസ്ത കേരള ജമിയത്തുൽ ഉലമക്ക് വേണ്ടി അവർ ചെയ്ത ഖിദ്മത്തുകൾ, ഇവിടെ ഈ കാണുന്ന ഇതുപോലുള്ളൊരു പണ്ഡിത സംഗമം സംഘടിപ്പിക്കാൻ ആവശ്യമാകുന്ന നിലക്കുള്ള ഒരു വലിയ പ്രവർത്തനമായിരുന്നു അവരുടെ ജീവിതകാലത്തിൽ ചെയ്തത്. ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ സ്വാഗത പ്രസംഗത്തിൽ ഈ സംഘടനയുടെ സെക്രട്ടറി തന്നെ സൂചിപ്പിച്ചതുപോലെ ഒരു ദിവസം 13-14 ദർസുകളൊക്കെ നടത്തുക, അതോടുകൂടെ അവരെ വിദ്യാർത്ഥികളെ ശരിക്കും തർബിയത്ത് ചെയ്തുകൊണ്ടിട്ട് അവർക്ക് ആവശ്യമാവുന്ന ഓരോ സന്ദർഭത്തിലും ആവശ്യമാവുന്ന ഇർഷാദാത്തുകൾ, ആ ഇർഷാദാത്തുകൾ നൽകിക്കൊണ്ട് അവരെ തർബിയത്ത് ചെയ്ത് അവരുടെ ആ വാസനകൾ മനസ്സിലാക്കി. അങ്ങനെയുള്ള ഓരോ മനുഷ്യനിക്കും അല്ലാഹു സുബ്ഹാനഹു വ തആല അവരുടെ തബീഅത്തിൽ നിക്ഷേപിക്കപ്പെട്ടതായ ചില വാസനകളുണ്ടാവും. ആ വാസനകളെ വികസിപ്പിച്ചു കൊണ്ടുവരികയാണ് യഥാർത്ഥത്തിൽ ഉസ്താദന്മാർ ചെയ്യുന്നത്. കിതാബിയായ നിലക്ക് ഉയരാൻ ഉദ്ദേശിക്കുന്നവർ ശിഷ്യന്മാരുടെ കൂട്ടത്തിലുണ്ടാവും. അവർക്ക് കിതാബിയായ ഉയർച്ചയ്ക്ക് ആവശ്യമാവുന്ന മാർഗനിർദ്ദേശങ്ങളായിരിക്കും നൽകുക. അങ്ങനെ കിതാബിയായ നിലക്ക് ഉയരുമ്പോൾ ചിലർക്ക് താല്പര്യം ദർസ് നടത്തണം എന്നാണ് ഈ കാരണം. അപ്പൊ ദർസ് നടത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടതായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അത് മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് നമുക്ക് ലഭിക്കണം. അതിൻ്റെ സമ്മതം മാത്രം ലഭിച്ചാൽ പോരാ, അതിൻ്റെ തരീഖുകൾ എങ്ങനെയാന്നുള്ളത് അവരിന്ന്. ഇപ്പൊ മഹാനാവുന്ന കണ്ണിത്ത് ഉസ്താദ് എപ്പോഴും പറയും, ജമ്മൊക്കെ മൂപ്പര് നിന്ന് പ്രത്യേകമായി ഇജാസത്ത് വാങ്ങിയതാണ്. എന്നോട് പറയലുണ്ട്, ആ ജമ്മിൻ്റെ ഇജാസത്ത് വരുമ്പോൾ പറഞ്ഞ് ജമ്മ് തിരിയാന്ന് പറഞ്ഞാൽ അത് മാത്തക്കഥമിയും മാസൈത്തി തിരിയലാണ്.
അപ്പൊ അത് എന്താന്ന് ചോദിച്ചാൽ പഴയ മൗര്യന്മാരൊക്കെ പഴയ ആളുകളുടെ കിതാബുകൾ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ മനസ്സിലാവും. മാത്തക്കഥമ എന്ന് പറഞ്ഞു കൊടുത്ത പേജ് നമ്പറും ഒക്കെ ഉണ്ടാവും, ജുസ് നമ്പറും ഒക്കെ ഉണ്ടാവും, മാസത്തിന്റെ അങ്ങനെ ഉണ്ടാവും. അതെന്തിനു വേണ്ടിയാ? മാത്തക്കഥമ എന്ന് പറഞ്ഞു കൊടുത്താൽ പോരാ കുട്ടികൾക്ക്. മുമ്പ് പറഞ്ഞതുപോലെ തന്നെ ആർക്കും പറയാലോ, അത് പോരാ. ആ മാത്തക്കഥം എന്താന്നുള്ളത് അവിടെ ആ സ്ഥലത്ത് ചിലപ്പോൾ വിവരിച്ചു കൊടുക്കേണ്ടി വരും. അത് വിവരിച്ച് പറഞ്ഞു കൊടുക്കുമ്പോഴേ ഈ സ്ഥലം കുട്ടിക്ക് തിരിയുള്ളൂ. ഇപ്പൊ മാസയത്തി എന്ന് പറഞ്ഞാൽ മാസയത്തി പിന്നെ വരുന്നത് പോലെ എന്ന് പറഞ്ഞാൽ അത് പറഞ്ഞ അർത്ഥമായി, പക്ഷെ അത് പോരാ. അപ്പൊ അതാണ് കണ്ണിത്ത് ഉസ്താദ് പറഞ്ഞത്, അബ്ദുൽ അസീസ്. അവര് ജമ്മ മനസ്സിലാക്കുക എന്ന് പറഞ്ഞാൽ ജമ്മുൽ ജമാമി അതിന്റെ മാത്തക്കഥമയൊക്കെ എന്താന്നുള്ളത് ശരിക്കും മനസ്സിലാവണം. അത് മനസ്സിലാക്കിക്കൊണ്ട് കുട്ടികൾക്ക് ഓതി കൊടുക്കണം. അപ്പോ ഞാൻ പറയുന്നത് എന്താന്ന് ചോദിച്ചാൽ, ഒരു ഉസ്താദിനെ സംബന്ധിച്ചിടത്തോളം ആ ഉസ്താദ് കിതാബിയായ ഉയർച്ചക്ക് ആവശ്യമുള്ള ആളുകളെ അന്നിലേക്ക് ഉയർത്തിക്കൊണ്ടുപോകും. ആ നിലക്ക് ഉയർത്തി കഴിഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് അവരുടെ വാസന പിന്നെ എങ്ങനെയാണോ, കിതാബ് ദർസ് നടത്തലിനിക്കാണോ, അതല്ല വല്ല കാളി നിൽക്കലിനിക്കാണോ, അല്ല ഫത്വയായിട്ട് ബന്ധപ്പെടലിനിക്കാണോ, അതല്ല മഴവായിട്ട് ബന്ധപ്പെടാനാണോ, അതല്ല മദർസ സദറാവലിനിക്കാണോ, അങ്ങനെ പല ആവശ്യങ്ങളുണ്ടാവുമല്ലോ. അപ്പൊ ആ ആവശ്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവൻ ഉദ്ദേശിക്കുന്ന മേഖലയിലേക്ക് അവനെ വളർത്താൻ ആവശ്യമാവുന്ന ഉപദേശ നിർദ്ദേശങ്ങളൊക്കെ അവന് നൽകുക. അപ്പൊ കിതാബ് ദർസ് നടത്തുന്ന സ്വഭാവം എങ്ങനെ ആവണം, നീ ഫത്വ കൊടുക്കണ സ്വഭാവം എങ്ങനെ ആവണം, അപ്പോൾ അത് ആ ഫത്വന്റെ സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കുക. കിതാബ് ദർസ് നടത്തുന്ന സ്വഭാവം പഠിപ്പിച്ചു കൊടുക്കുക. ഖാദിയാവുമ്പോൾ നീ ചെയ്യേണ്ടത് എങ്ങനെയൊക്കെയാണ് അതിൽ നിന്ന് വരേണ്ടത്. അങ്ങനെ ഓരോരുത്തർക്കുള്ള വാസന അനുസരിച്ച് ചിലർക്ക് എല്ലാം താല്പര്യമുള്ളവരായിരിക്കും. അവരാ നിൽക്കും ഉയർത്തിക്കൊണ്ട് അവരെ ഉയർച്ചയിലേക്ക് കൊണ്ടുവന്ന് സമുദായത്തിനും നാടിനും രാജ്യത്തിനും കുടുംബത്തിനും ഒക്കെ ഉപകരിക്കുന്നതായ നല്ല വ്യക്തികളായിക്കൊണ്ട് വാർത്തെടുക്കുക. ഇതാണ് യഥാർത്ഥത്തിൽ മുൻകഴിഞ്ഞ പണ്ഡിതന്മാരൊക്കെ ചെയ്തത്. ഇപ്പൊ മഹാനാവുന്ന ഇബ്നു ഹജർ തങ്ങളിൽ തന്നെ പറയുന്നുണ്ട്, സക്കരിയ അൽ അൻസാരി തങ്ങളെ സംബന്ധിച്ച് അവർ പറയുന്നുണ്ട്, വജല്ലുമാ വഖഅ ബസരി. അവരുണ്ടല്ലോ ഇബ്നു ഹജറുൽ സക്കരിയ അൽ അൻസാരി തങ്ങൾ ആരാന്നറിയോ? അത് അജല്ലുമാ വഖഅ അലൈഹി ബസരീതാണ്. ഞാൻ കണ്ട ആളുകളിൽ നിന്നിട്ട് എനിക്ക് ഏറ്റവും അജല്ലായിക്കൊണ്ട് ഇബ്നു ഹജർ തങ്ങൾ നമുക്കറിയാലോ, ഓരോ കിതാബും ആ കിതാബിലുള്ള ഏറ്റവും അറിയപ്പെടുന്ന മഹാന്മാരിൽ നിന്നാണ്. ഇപ്പൊ മൂപ്പര് നഹ്വ് പഠിച്ചത്, മൂപ്പര് മന്തിക്ക് പഠിച്ചത്, മൂപ്പര് ഇൽമുൽ മആനി പഠിച്ചത്, അങ്ങനെ മൂപ്പര് ഓരോ ഫന്നും മൂപ്പര് അതിലൊക്കെ പ്രഗത്ഭരാകുന്ന ആളുകളിൽ നിന്ന് തന്നെയാണ് പഠിച്ചിട്ടുള്ളത്. പക്ഷേ സക്കരിയ അൽ അൻസാരി തങ്ങളെ പറ്റി പറയുമ്പോൾ അങ്ങനെയല്ല, 1000 നാവാണ് ഇബ്നു ഹജർ തങ്ങൾക്ക്. അജല്ലുമാ വഖഅ അലൈഹി ബസരീന. അവരെ പറ്റി സൂപ്പർ. ഞാൻ കണ്ടതിൽ നിന്ന് ഏറ്റവും അധികം പ്രമാണി, ഏറ്റവും അധികം വലിയ ആള് അത് മഹാനാവുന്ന സക്കരിയ അൽ അൻസാരി തങ്ങൾ തന്നെയാണ്. അതുകൊണ്ടാണ് സക്കരിയ അൽ അൻസാരി തങ്ങളെ മാത്രമേ മൂപ്പര് ശൈഖുന എന്ന് പറയുള്ളൂ. അതങ്ങനെയാണല്ലോ, നമുക്കൊക്കെ ശൈഖുനന്മാർ വലുതുണ്ടാവും. അത് നമ്മൾ ഇബ്നു ഹജർ തങ്ങൾ പറഞ്ഞതുപോലെ തന്നെ അജല്ലുമാ വഖഅ അലൈഹി അബ്സാറുന അലൈഹി ബസറുന. നമ്മൾ കണ്ടയിന്ന് നമ്മൾ ഉസ്താദന്മാരിൽ നിന്ന് ഏറ്റവും പ്രഗത്ഭനാവുന്ന എല്ലാ നിലക്കുള്ള നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും ഒക്കെ ചെയ്തു തന്ന ആളുകളായിരിക്കും നമ്മൾ ശൈഖുന എന്ന് പറയുന്നത്. അതാണ് സക്കരിയ അൽ അൻസാരി തങ്ങളെ സംബന്ധിച്ച് ഇബ്നു ഹജർ തങ്ങൾ അങ്ങനെ പറയാൻ കാരണം, വാജല്ലുമാ വഖഅ അലൈഹി ബസരി. അങ്ങനെ മഹാന്മാരിൽ നിന്ന് ഇപ്പൊ ഫത്വ കൊടുക്കണമെങ്കിൽ അതിന് ഇജാസത്ത് കിട്ടണം. അങ്ങനല്ലേ മഹാന്മാരൊക്കെ അങ്ങനെയല്ലേ പറഞ്ഞത്? ഞാൻ പഠിച്ച് വലിയ ആളായി സ്വന്തം ഫത്വ കൊടുക്കാൻ തുടങ്ങിയെന്നല്ല, മഹാന്മാരാവുന്ന ഉസ്താദന്മാരിൽ നിന്ന് അതിന്റെ സമ്മതം എനിക്ക് ലഭിക്കപ്പെട്ടതിന് ശേഷമാണ് ഞാൻ ഫത്വ കൊടുക്കാൻ തുടങ്ങിയത്. അങ്ങനെ ദർസ് നടത്തലും അങ്ങനെ തന്നെയാണ്, വഴുതു പറയാൻ പോകുമ്പോഴും അങ്ങനെ തന്നെ ഉസ്താദിൽ നിന്ന് സമ്മതം വാങ്ങണം. ഉസ്താദന്മാരുടെ സമ്മതത്തോടു കൂടി ആവണം ഈ ദീനിയാവുന്ന രംഗത്ത്. ഇന്നിപ്പോൾ അതിൻ്റെ ഒന്നും ആവശ്യമില്ലല്ലോ. എന്നൊക്കെ 2 അറബി അക്ഷരം അറിയാം, അല്ലെങ്കിൽ 2 ഇംഗ്ലീഷ് അക്ഷരം അറിഞ്ഞാൽ എല്ലാം ആയി, നമ്മൾ വലിയ ആളുകളായി എന്നുള്ള ഒരു ധാരണയാണ് ഓരോരുത്തർക്കും ഉണ്ടാവുന്നത്. അപ്പൊ ആ ധാരണ തിരുത്തിക്കൊണ്ടിട്ടാണ് മഹാനാവുന്ന ഉസ്താദ് ഫരീദ് മുസ്ലിയാർ നബറല്ലാഹു മർഖദ അവർ നിങ്ങളൊക്കെ വളർത്തിയെടുത്തത്. അതായത് ഓരോ സന്ദർഭങ്ങളിലും നിങ്ങൾക്ക് ആവശ്യമാവുന്ന ഏതെല്ലാം ഉപദേശങ്ങളും നിർദ്ദേശങ്ങളുണ്ടോ അതൊക്കെ ചെയ്തുകൊണ്ടിട്ട്
നിങ്ങളെ കിതാബിയായി ഉയർത്തി, നിങ്ങൾക്ക് മറ്റുള്ള പല കഴിവുകളുണ്ടാവും, ആ കഴിവുകൾക്കൊക്കെ ഉയരാൻ പറ്റുന്നതായ നിർദ്ദേശങ്ങൾ ബഹുമാനപ്പെട്ടവർ നൽകി. അങ്ങനെ നൽകി കൊണ്ടിട്ട് ബഹുമാനപ്പെട്ടവരുടെ വഫാത്തിന് ശേഷം കണ്ടില്ല 60ഓളം ദർസുകൾ ഇതാണ് ഈ മർക്കസുൽ ഉലമന്റെ കീഴിലായി കൊണ്ട് 60ഓളം ദർസുകളാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് ഒരു ശക്തി കൂടിയാണ്. അതാണ് ഞാൻ പറഞ്ഞത്, സമസ്ത കേരള ജമിയത്തുൽ ഉലമയ്ക്ക് വേണ്ടിയും ബഹുമാനപ്പെട്ടവർ പ്രവർത്തിച്ചത് വലിയ പ്രവർത്തനങ്ങൾ തന്നെയാണ്. ഇങ്ങനത്തെ കഴിവുള്ള നല്ല പണ്ഡിതന്മാരെ വാർത്തെടുത്തു. അവ ശിഷ്യന്മാര്, ഈശ്യന്മാർ എന്നും അഭിമാനിക്കപ്പെടാൻ പറ്റുന്ന ഒന്നാണിത്. ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിം നമുക്കറിയാം, ഒരു പണ്ഡിതന്റെ ഏറ്റവും അടിസ്ഥാനപരമായി ആ പണ്ഡിതന് വേണ്ടത് അവന്റെ കുടുംബ പാരമ്പര്യമാണ്. നല്ല സാലിഹ്യങ്ങളാവുന്ന മഹാന്മാരാവുന്ന പണ്ഡിതന്മാരുടെ കുടുംബത്തിൽ കൂടി വരിക എന്നുള്ളത്. അങ്ങനെയാണോ? ആ ഹിർക്കൽ ചക്രവർത്തി റസൂലുള്ളാഹിനെ പറ്റി ചോദിച്ചത് അങ്ങനെ അബൂ സുഫിയാനോട്, കൈഫ നസബുഹു ഫീക്കും. കാരണം ഇൽമിനെ തഹമ്മുൽ ചെയ്യണമെന്നുണ്ടെങ്കിൽ അത് സാധാരണക്കാർക്ക് പറ്റൂല. സാധാരണ തറവാണിത്ത സ്വഭാവം ഇല്ലാത്തവൻ ഇൽമിനെ തഹമ്മുൽ ചെയ്താൽ അതുകൊണ്ടുള്ള ദോഷങ്ങൾ ഉണ്ടായിത്തീരും. അപ്പൊ ഇൽമിനെ തഹമ്മുൽ ചെയ്യാൻ അതിനൊക്കെ ആവശ്യമാവുന്ന ഉന്നതമായ കുടുംബത്തിൽ നിന്നുള്ള ആളുകളാണ് ഇൽമിനെ തഹമ്മുൽ ചെയ്യേണ്ടത്. അതുകൊണ്ടാണ് ഹിർക്കൽ ചക്രവർത്തി റസൂലുള്ളാഹിനെ പറ്റി ചോദിച്ചത് കൈഫ നസബുഹു ഫീക്കും. അപ്പൊ ഒരു പണ്ഡിതനെ സംബന്ധിച്ചിടത്തോളം അടിസ്ഥാനപരമായി അവനിലുണ്ടാവേണ്ടത് ഏറ്റവും ഉയർന്ന തറവാട്ടിൽ നിന്ന് വരിക എന്നുള്ളതാണ്. അതാണ് മൂപ്പര വാപ്പാനെ പറ്റി നമ്മളൊക്കെ കേട്ടിട്ടുണ്ടാവും. ബഹുമാനപ്പെട്ട മുഹമ്മദ് മുസ്ലിയാർ, കുട്ടിമള മുഹമ്മദ് മുസ്ലിയാർ സുപ്രസിദ്ധനായ വാഗ്മിയായി എല്ലാ സ്ഥലങ്ങളിലും വഴുതു പറഞ്ഞ് ഒരുപാട് മദ്രസകളും മറ്റു പള്ളികളൊക്കെ ഉണ്ടാക്കുന്നതിൽ മൂപ്പര വഴുതു ഉപകരിച്ചിട്ടുണ്ട്. അപ്പോ അങ്ങനെ ഒരു പണ്ഡിത തറവാട്ടിൽ കൂടി വന്നു. വലിയ വലിയ പണ്ഡിതന്മാരിൽ നിന്ന് കിതാബ് ഓതി, പ്രത്യേകിച്ച് ബഹുമാനപ്പെട്ട ഷെഹുന ഓക്കെ ഉസ്താദ് എന്ന് നമ്മളൊക്കെ ആദരവ് ബഹുമാനത്തോടു കൂടി പറയുന്ന ഓക്കെ സൈനുദ്ദീൻ കുട്ടി മുസ്ലിയാർ, അവരിൽ നിന്നിട്ട് അവസാന കാലഘട്ടത്തിൽ അവർ വിലൂർക്കൊക്കെ പോകുന്നതിന് മുമ്പ് അവരിൽ നിന്ന് കിതാബ്, അതിൻ്റെ ഒരു ബർക്കത്ത് കൂടിയാണ്. മഹാന്മാരാവുന്ന ആനിമീയങ്ങളിൽ നിന്നിട്ട് കിതാബ് ഓതി പഠിക്കുക, അവർക്കുള്ള തദ്ഖീഖാത്തുകൾ തഹ്ഖീഖാത്തുകളൊക്കെ ശ്രദ്ധിക്കുക. അതോടൊപ്പം നമുക്ക് ആ വിഷയത്തിൽ എങ്ങനെയെല്ലാം ഉയരാൻ പറ്റുമോ അതൊക്കെ നമ്മൾ അതിൽ ബഹസ് ചെയ്തുകൊണ്ട് ഉയരാൻ വേണ്ടി നമ്മൾ ശ്രമിക്കുകയും ചെയ്യാം. അപ്പം ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാർ നവറല്ലാഹു മർഖദ മൂപ്പര ദർസിൻ്റെ കൂടെ, ഞാനൊക്കെ ചെറുപ്പത്തിൽ ഓതുന്ന കാലത്ത് തന്നെ, നമ്മൾ ഓതുന്ന കാലത്ത് കേൾക്കേണ്ട ഒരു ദർസാണ്. അന്ന് മൂപ്പര് കളരാന്തിരിയാണ് മുദരിസ്. ഇവിടെ കൂരിയാടുള്ള സൈനുദ്ദീൻ വാക്കവി. ഞാൻ പിന്നെ കൂരിയാട് മുദരിസായി നിൽക്കുമ്പോൾ മൂപ്പര് അവിടെ ഓതുന്നത്. അപ്പോൾ എന്നോട് പറയും ഞങ്ങൾ ഫരീദ് വലിയുടെ ദർസിലാണ് ഓതുന്നത്, കളരാന്തിരിയാണ്. ആ ദർസിൻ്റെ ചില പ്രത്യേക ഫരീദ് മുസ്ലിയാർക്കുള്ള ചില പ്രത്യേകതകളുണ്ട്. ദർസിൽ മൂപ്പര് സ്വീകരിക്കുന്നതായ കുട്ടികളുടെ വസ്ത്രത്തിലും അവരെ തരീകെട്ടിലും അവർക്ക് ആവശ്യമാവുന്ന മറ്റുള്ള ശിക്ഷണങ്ങളിലൊക്കെ ബഹുമാനപ്പെട്ടവർക്കുള്ള പ്രത്യേകമാവുന്ന ചില ശിക്ഷണങ്ങളും ചില പ്രത്യേകമാവുന്ന നിയമങ്ങളൊക്കെ ഉണ്ട്. ആ നിയമങ്ങളൊക്കെ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ട് നടത്തപ്പെടുന്നതായ ഒരു അന്ന് തന്നെ അറിയപ്പെടുന്ന ദർസുകളിൽപ്പെട്ട ഒരു ദർസായിരുന്നു ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാരുടെ ദർസ്. അപ്പൊ അവര് നമ്മളൊക്കെ വലിയ നമ്മളെ ഉസ്താദന്മാരൊക്കെ ശരീക്കാണ്. ബഹുമാനപ്പെട്ട തിരുരങ്ങാടി ബാബു മുസ്ലിയാരുടെയും 3 പി കുഞ്ഞി മുസ്ലിയാരാവുന്ന നമ്മളെ ഉസ്താദന്മാര്, അവരൊക്കെ വേലൂരുന്നേ ഒരു കൊല്ലത്തെ 2 കൊല്ലത്തൊക്കെ വ്യത്യാസം ഉണ്ടാവുള്ളൂ. അവരവിടുന്ന് ശരീക്കന്മാരായിരുന്നു. തലക്കൊടുത്തൂര് മഹാനാവുന്ന ഓക്കെ ഉസ്താദിന്റെ ദർസിലും അവർ ശരീക്കന്മാരായിരുന്നു. അപ്പൊ ആ നിലക്ക് നമ്മൾ ചെറുപ്രായത്തിൽ തന്നെ കേൾക്കപ്പെടുന്ന പണ്ഡിതന്മാരിലും നമ്മൾ കേൾക്കപ്പെടുന്ന ദർസുമായിരുന്നു ബഹുമാനപ്പെട്ടവർക്കുള്ളതായ ദർസ്. അങ്ങനെ അവർ കൊടിഞ്ഞിയിൽ മുദരിസായി നിൽക്കാൻ കാരണം അത് എൻ്റെ പിതാവ് കൂടിയാണ്. കൊടിഞ്ഞിയിൽ മൂപ്പര ദർശന് അവിടെ നിൽക്കുന്നത്, ഞങ്ങളെ അവിടെ തറവാട് പള്ളിയാവുന്ന കൊടിഞ്ഞിയിൽ മൂപ്പര അവിടെ ദർശന് വാപ്പ മുഖേനയാണ് അവിടെ ക്ഷണിക്കപ്പെടുന്നത്. പിന്നെ ചമ്മാട്, അങ്ങനെ പല സ്ഥലത്തും മൂപ്പര് ദർസ് നടത്തി. അവിടെയൊക്കെ ആ ദർസിൻ്റെ മഹിമകളും ആ ദർസിൻ്റെ ഗുണങ്ങളൊക്കെ നാട്ടുകാരൊക്കെ ആസ്വദിക്കുകയും അവരൊക്കെ എടുത്തു പറയുകയും ചെയ്തു. അപ്പം ആ നിലക്ക് എത്ര അധികം കുട്ടികളുണ്ടെങ്കിലും ആ കുട്ടികൾക്കൊക്കെ മൂപ്പരനെ ഓതിക്കൊടുത്തു. മൂപ്പര ശിഷ്യന്മാരെ അതിന് 2ാം മുദരിസ് പിന്നെ ഓതി കൊടുക്കാൻ വേണ്ടി അവിടെ തന്നെ 2ാം മുദരിസ് തന്നെ സമ്പ്രദായം ബഹുമാനപ്പെട്ടവരെ ദർശനം ചെയ്തു. അത് വലിയ ഉസ്താദന്മാരൊക്കെ ദർശനം മുമ്പ് അങ്ങനെ തന്നെയാണ്. 2ാം മുദരിസിനെ ഒക്കെ എല്ലാവരും അധികം ചെയ്യണത്.
അവർ ചെയ്യൽ എന്താന്ന് ചോദിച്ചാൽ പഠിക്കണ കുട്ടികളിൽ നിന്ന് അങ്ങനെയുള്ള നമ്മൾ കിതാബിലൊക്കെ പറഞ്ഞില്ലേ, വഖഫിന്റെ ബാബിലൊക്കെ കാണും മൊയ്ത്. മൊയ്ത് എന്ന് പറഞ്ഞാൽ എന്താ? മുദരിസ് ഓതി കൊടുത്തിട്ട് രണ്ടാമത് വായിച്ചോതി കൊടുക്കണവനക്കാണ് മൊയ്ത് എന്ന് പറയുന്നത്. അപ്പൊ ആ ഒരു സ്വഭാവം ഉണ്ടായിരുന്നു. അപ്പൊ വായിച്ചോതി കൊടുക്കൽ കൂടി ദർസ് നടത്തൽ എങ്ങനെയാന്നുള്ളത് നമുക്ക് പഠിക്കാം. അതിന് വല്ല തകരാറുകളുണ്ടെങ്കിൽ ഉസ്താദ് പറഞ്ഞു തരും. അപ്പൊ ആ നിലക്ക് ശിഷ്യന്മാരെ അവരെ മുദരിസന്മാരാക്കാൻ ആവശ്യമാവുന്ന ശരിക്കുള്ള ഒരു ട്രെയിനിങ് കൂടി കൊടുത്തുകൊണ്ട്, അത് എല്ലാ ദർസുമുള്ളൊരു പതിവാണ്. ചില ഉസ്താദന്മാരെ ദർസുകൾക്ക് അതുണ്ടാവും. അങ്ങനെയൊക്കെ കൊടുത്തുകൊണ്ടിട്ട് എല്ലാത്തിനും യോഗ്യരാകുന്ന നിലക്ക്, അല്ലെങ്കിൽ ഓരോരുത്തരുള്ളതായ യോഗ്യത മനസ്സിലാക്കി അവരെ വളർത്തി കൊണ്ടുവന്ന വലിയ മഹാനായിരുന്നു ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാർ. അതോടൊപ്പം അവരെ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ ആ കേന്ദ്ര മുശാവറയിൽ അംഗമായിട്ട് അവരെ തിരഞ്ഞെടുക്കപ്പെട്ടു എന്നുള്ളത് ഏറ്റവും വലിയൊരു ബഹുമതിയാണ്. സമസ്ത കേരള ജമിയത്തുൽ ഉലമ അതൊരു ഇലാഹിയാവുന്ന ഒരു പ്രസ്ഥാനമാണ്, അതിന് യാതൊരു സംശയമില്ല. അതിൻ്റെ ഏതെങ്കിലും ഒരു അംഗമായിട്ടോ അല്ലെങ്കിൽ അതിൻ്റെ ഏതെങ്കിലും ഒരു ഭാരവാഹിയായിട്ടോ ഒരാളെ തിരഞ്ഞെടുക്കപ്പെടുക എന്നുള്ളത് അത് അല്ലാഹു സുബ്ഹാനഹു വ തആല അവനക്ക് ഈ ദുനിയാവിൽ നൽകണ ഏറ്റവും വലിയൊരു ബഹുമതിയാണ്, യാതൊരു സംശയമില്ല. അപ്പോൾ സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ കേന്ദ്ര മുശാവറയിൽ അംഗമായി ബഹുമാനപ്പെട്ടവരെ തിരഞ്ഞെടുക്കപ്പെട്ടു. അത് ബഹുമാനപ്പെട്ടവരുടെ ഇൽമിൻ്റെയും അവർക്കുള്ള ഈ ദീനി രംഗത്തുള്ള പ്രവർത്തനത്തിൻ്റെയും ഒക്കെ ഒരു അംഗീകാരം കൂടിയാണ്. അപ്പൊ യഥാർത്ഥ പണ്ഡിതൻ എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരെ വാരിഫീകളാവണം. അമ്പിയാക്കന്മാരെ ഇർഫ് ആവുക എന്ന് പറഞ്ഞാൽ അമ്പിയാക്കന്മാരിൽ നിന്ന് നുബുവത്തിനെ ഇർഫാക്കി കിട്ടില്ല. അങ്ങനെയല്ലേ? ഒരു നബിൻ്റെ നിന്നിട്ട് നബിന്റെ മകനായതുകൊണ്ടോ ആ നബിന്റെ ഒപ്പം കൂടിയതുകൊണ്ടോ മറ്റൊരുത്തർക്ക് നബി ആവുകയില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ശേഷം ഒരു നബിന്റെ ആവശ്യപ്പെടില്ല. ഈസ നബി ഇറങ്ങി വരല്ലോ നബിയായിട്ടല്ലോ. ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം നബിയായി ഇറങ്ങി വരിക എന്നല്ല. അപ്പൊ ഈസ നബി ഇവിടെ നബിയായിട്ടല്ല ഇറങ്ങി വരേണ്ടത്. അവർ നബി തന്നെയാണ്, പക്ഷെ അവർ രൂപത്ത് എന്നുള്ള സ്ഥാനം കൊടുത്തുകൊണ്ട് അതനുസരിച്ചുള്ള ഒരു പ്രബോധനത്തിനല്ല ഈസ നബി അലൈഹി സ്വലാത്തു വസ്സലാം വരേണ്ടത്. കാരണം അതിന്റെ ആവശ്യമില്ല. കാരണം റസൂലുള്ളാഹിന്റെ ശരീഅത്ത് അത് തമ്മത്ത് കലിമത്തു റബ്ബിക സിദ്ഖൻ വഅദ്ലാണ്. അത് പൂർണ്ണമായ ശരീഅത്താണത്. അത് നീതിപൂർവ്വമുള്ള ശരീഅത്താണത്. അത് വളരെ സാദിഖത്താവുന്ന ശരീഅത്തും കൂടിയാണ്. അപ്പൊ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ ശരീഅത്തിന് ശേഷം മറ്റൊരു നബി വന്നിട്ട് ഇവിടെ ശരീഅത്തിനെ പ്രചരിപ്പിക്കേണ്ട ആവശ്യമില്ല. വേറൊരു പുതിയ ശരീഅത്തിന്റെ ആവശ്യമില്ല. അത്രമാത്രം പൂർണ്ണമായ ഒരു ശരീഅത്താണ് റസൂലുള്ളാഹിക്ക് നൽകപ്പെട്ടത്. ആ ശരീഅത്ത് ഇവിടെ പ്രചരിപ്പിക്കേണ്ടത് പിന്നീട് പണ്ഡിതന്മാരാണ്. ആ പണ്ഡിതന്മാർക്ക് അമ്പിയാക്കന്മാരുമായുള്ള ശക്തമായ ബന്ധം ഉണ്ടാവണം. ആ ബന്ധം എങ്ങനെയെന്ന് ചോദിച്ചാൽ നുബുവത്തിനെ നമ്മൾ പരിശോധിച്ച് നോക്കിയാൽ അതിൻ്റെ ബാത്തിനെ മുഴുവൻ വിലായത്ത് കൊണ്ട് നടക്കപ്പെടുകയാണ്. അപ്പൊ അമ്പിയാക്കന്മാരിൽ നിന്നും ആ വിലായത്തിനെ പണ്ഡിതന്മാർ എന്താവണം, അവർ കൈവശപ്പെടുത്തണം. അങ്ങനത്തെ പണ്ഡിതനിക്ക് മാത്രമേ അമ്പിയാക്കന്മാരുടെ വാരിസായിക്കൊണ്ട് ഇവിടെ പ്രവർത്തിക്കാൻ അർഹതയുള്ളൂ. മറ്റവന് അറിവില്ല എന്നല്ല. ഇപ്പൊ ശേഖരൂന് കുറെ ഇല്ലുമില്ല, അയാളൊന്നെല്ലാം പറഞ്ഞു. നമ്മളിൽ നിന്നുള്ള പലരും നമ്മൾ ദർശനം നടത്തുന്നില്ലേ, നമ്മൾ വഴക്ക് പറഞ്ഞില്ലേ. എന്നാലൊന്നും നമ്മൾ യഥാർത്ഥ അമ്പിയാക്കന്മാരുടെ വാരിസാണെന്ന് പറയാൻ പറ്റൂല. അമ്പിയാക്കന്മാരുടെ വാരിസാണെന്നുണ്ടെങ്കിൽ ആ ഇസ്തിഖാമത്ത് എന്ന ആ പൂർണ്ണമായ സ്വഭാവം സാധിച്ചില്ലെങ്കിലും, കാരണം അൽ ഇസ്തിഖാമത്തു ദറജത്തുല്ല യുതീഖഹ ഇലൽ അകാബിർ എന്ന്, അത് വലിയവർക്ക് മാത്രം ഉണ്ടാക്കി തീർക്കാൻ കഴിയുള്ളൂ അതിന്റെ പൂർണ്ണ രൂപത്തിൽ. അപ്പൊ പിന്നെ പക്ഷേ ഇസ്തഖീമു വലം തുതീഖൂ, ഇസ്തിഖാമത്ത് നിങ്ങൾ ഉണ്ടാക്കണം. നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കഴിയൂല, പിന്നെ ഉണ്ടാക്കണം എന്ന് പറഞ്ഞതിൻ്റെ അർത്ഥം എന്താ? കഴിയണമാതിരി ഉണ്ടാവണം. അപ്പൊ അമ്പിയാക്കന്മാരുടെ ബാത്തിനാവുന്ന ആ വിലായത്തിന്റെ സ്വഭാവങ്ങൾ ഈ പണ്ഡിതന്മാരിൽ ഉണ്ടാവണം. ആ പണ്ഡിതനാണ് അമ്പിയാക്കന്മാരുടെ അൽ ഉലമാഉ വറസത്തുൽ അംബിയാ എന്ന് പറയുന്ന ആ പണ്ഡിതൻ. ആ നിലക്കുള്ളതായ പാണ്ഡിത്യം അതിനങ്ങനത്തെ അമ്പിയാക്കന്മാരുടെ വാരിസായിരുന്ന യഥാർത്ഥ പണ്ഡിതനായും കൊണ്ട് ഇവിടെ ജീവിക്കുകയും മറ്റ് ഭൗതികമായ താല്പര്യങ്ങളൊന്നുമില്ലാതെ ശിഷ്യന്മാര് ദർസ് അതിനോടനുബന്ധിച്ച കാര്യങ്ങൾ ദീനിന്റെ വളർച്ച ഇതിനു വേണ്ടി മാത്രം പ്രവർത്തിച്ച് അതോടൊപ്പം ദീനിന്റെ വളർച്ചയ്ക്ക് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന, ദീനിന്റെ സംരക്ഷണത്തിന് വേണ്ടി ഇവിടെ പ്രവർത്തിക്കുന്ന സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന ഈ മഹത്താവുന്ന പ്രസ്ഥാനത്തിന് വേണ്ടിയും ശക്തമായി പ്രവർത്തിച്ച വലിയ നേതാവായിരുന്നു, വലിയ പണ്ഡിതനായിരുന്നു, വലിയ ആലിമായിരുന്നു, നമുക്കൊക്കെ മാതൃകയാക്കപ്പെടേണ്ട ആളായിരുന്നു ബഹുമാനപ്പെട്ട ഫരീദ് മുസ്ലിയാർ റളിയല്ലാഹു മർത്തദ.
അള്ളാഹു സുബ്ഹാനഹു വ തആല അവരുടെ പരലോകത്തിലുള്ള ദർജന അള്ളാഹു ഉയർത്തി കൊടുക്കട്ടെ. അല്ലാഹുമ്മ റഫഇ ദർജതഹു ഫിൽ ജന്ന, അല്ലാഹുമ്മഗ്ഫിർ ലഹു, അല്ലാഹുമ്മ അർഹംഹു, അല്ലാഹുമ്മ അഫ്വ അൻഹു, അല്ലാഹുമ്മ അക്രിംഹു, അല്ലാഹുമ്മ ലാ തഫ്ളഹു യൗമൽ ഹിസാബ്, അല്ലാഹുമ്മ അദ്ഖിൽഹുൽ ജന്ന, അല്ലാഹുമ്മ ജമഅനാ വഇയ്യാഹു ഫീ ജന്നാത്തിൻ നഈം മഅൽ ലദീന അൻഅംത അലൈഹിം മിനൻ നബിയ്യീന വസ്സദ്ദീഖീന വശുഹദാഇ വസ്സാലിഹീൻ. اللهم تقبل منه جميع حسناته، اللهم تجاوز عن سيئاته، اللهم تقبل منه جميع الخدمات التي خدم بها لهذا الدين. ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. ആമീന ബിറഹ്മതിക യാ അർഹമർ റഹീമീൻ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഇവിടെ മഹാന്മാരാവുന്ന ഉസ്താദ്മാരൊക്കെ ദുആ ചെയ്യാനുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ സംരംഭത്തിന് അള്ളാഹു കബൂൾ ചെയ്യട്ടെ എന്ന് ദുആ ചെയ്തുകൊണ്ട് ഈ മഹാസംരംഭം അത് ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.